ആദിശങ്കരാചാര്യരുടെ ജീവിതകാലം. ഇന്ന് വരെ വിശ്വസിക്കുന്നതും ലോകമെമ്പാടും പഠിപ്പിക്കപ്പെടുന്നതുമായ കാര്യം ശങ്കരാചാര്യരുടെ ജീവിതകാലം 788 AD എന്നതാണ്. ഇത് പാശ്ചാത്യ ചരിത്രകാരന്മാരുടെ കണക്കാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിമാർ മെനഞ്ഞെടുത്ത ഒരു കഥയാണിത്. തിയോസഫിസ്റ്റ് സൊസൈറ്റി 1993 പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ BC 510 ശങ്കരാചാര്യരുടെ ജന്മം എന്ന് കാര്യകാരണ സഹിതം സ്ഥാപിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വരുന്നതിന് മുമ്പ് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് യുധിഷ്ഠിര യുഗത്തിലോ ശാലിവാഹന വർഷത്തിലോ ആയിരുന്നു. എത്ര നിഷേധിച്ചാലും നിഷേധിക്കപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു വസ്തുതയുണ്ട്. അത് വേദങ്ങളെ പ്രമാണമാക്കി ഭാരതത്തിൻ്റെ 4 ഭാഗങ്ങളിൽ 4 മഠങ്ങൾ ആചാര്യപാത സ്ഥാപിച്ചിരുന്നു എന്നതാണ്. കിഴക്ക് ഭാഗത്തെ ഗോവർദ്ധന പീഠം, തെക്ക് ഭാഗത്തെ ശൃംഗേരി പീഠം, പടിഞ്ഞാറ് ഭാഗത്തെ ദ്വാരക, വടക്ക് ജ്യോതിർപീഠം എന്നിവയാണ്. മറ്റൊരു മഠം കാഞ്ചിയിലെ ശാരദാപീഠമാണ്. ദ്വാരകാപീഠത്തിലെ ആചാര്യന്മാർ അവരുടെ ഇടമുറിയാതെയുള്ള ലിസ്റ്റ് പരിശോധിച്ചാൽ യുധിഷ്ഠിര യുഗമനുസരിച്ച് 2631 ശങ്കരാചാര്യരുടെ ജന്മം എന്ന് വ്യക്തമായി കാണാം. ഇത് കൃത്യമായി പറഞ്ഞാൽ BC 509 എന്ന് തന്നെ വരും. കാഞ്ചി ശാരദാപീഠത്തിലെ ലിസ്റ്റ് പരിശോധിച്ചാൽ കലിയുഗം 2593 ആദിശങ്കരാചാര്യരുടെ ജന്മം എന്ന് വ്യക്തമാകും. ഇതും കണക്കനുസരിച്ച് BC 510. ദ്വാരകാപീഠത്തിലെ 77 പരമ്പരകളുടെ കണക്കും കാഞ്ചി ശാരദാപീഠത്തിൽ 68 പരമ്പരകളുടെ ലിസ്റ്റും ഇടമുറിയാതെ തന്നെയുണ്ട്. എന്നാൽ ഈ ഗണന കൂടുതൽ യുക്തിപൂർണവും എന്നു വ്യക്തമാകും. ഗോവർദ്ധന പീഠത്തിൽ 144 പേരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിലും വർഷമോ തീയതികളോ ഒന്നും സംഗതിവശാൽ ഇല്ല. ഈ പീഠത്തിലെ പീഠാധിപതികൾ ഗൃഹസ്ഥന്മാർ ആയിരുന്നു. പീഠത്തിലെല്ലാം മറ്റ് പീഠങ്ങളിലെല്ലാം ബ്രഹ്മചാരികൾ പീഠാധിപതികളായിരിക്കുമ്പോൾ ഗോവർദ്ധന പീഠത്തിൽ മാത്രം ഗൃഹസ്ഥാശ്രമികൾ പീഠാധിപതികളാകുന്നു. ശൃംഗേരി മഠം മാത്രം അപൂർണവും അവ്യക്തവുമായ ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പാശ്ചാത്യരുടെ കണക്ക് അംഗീകരിക്കുകയും ചെയ്തു. വളരെ രസകരമായ വസ്തുത എന്തെന്നാൽ ശാരദാപീഠത്തിലെ 38ാമത് മഠാധിപതി വളരെയേറെ പ്രശസ്തനാവുകയും അഭിനവ ശങ്കരാചാര്യർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇദ്ദേഹം AD 788 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി ശങ്കരാചാര്യരുടെ കാലം AD 788 സ്ഥാപിച്ചെടുക്കുവാൻ സഹായകമായി. പിന്നെ ഭരണാധിപത്യവും ബ്രിട്ടീഷ് ഭരണകാലമാണ്. ഭാഷാധിപത്യവും ഈ കള്ളക്കണക്കുകൾ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുവാൻ ബ്രിട്ടീഷുകാരെയും മിഷണറിമാരെയും സഹായിച്ചു. There is an epigraphic evidence to prove the date of Shankara's birth. There is a copper plate inscription addressed to Shankara by Sudhavan, the king of Dwaraka, dated 2663 of Yudhishthira era, corresponding 477 BC, the year of Shankara's Nirvana, that is Shankara's death. Since Shankara died at the age of 32, this place of his birth in 509 BC at Kaladi, Arve, Kerala. ഇന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരും ആ സ്ഥലം. എന്തുകൊണ്ട് ഈ കള്ളക്കണക്കുകൾ അരക്കിട്ടുറപ്പിക്കുവാൻ മിഷണറിമാർ തുനിഞ്ഞു? ഭഗവത് പാദരുടെ ജീവിതകാലം AD 788 സ്ഥാപിച്ചെടുത്താൽ ശങ്കര ദർശനത്തിൽ ക്രിസ്തുമതത്തിൻ്റെ സ്വാധീനം ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ എളുപ്പമാകും എന്നവർ ധരിച്ചു. മറിച്ച് ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷമാണ് ശങ്കരാചാര്യർ ജീവിച്ചിരുന്നതെങ്കിൽ
വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ ക്രിസ്തുമതത്തിന്റെ വാദമുഖങ്ങളെ ആചാര്യപാദർ പിച്ചിച്ചേന്തി എറിയുമായിരുന്നു. പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് ശങ്കരാചാര്യർക്കൊരു പേരുണ്ട്. കാരണം ബുദ്ധമതം പടർന്ന് പന്തലിച്ചു വ്യാപിച്ചുകൊണ്ടിരുന്ന ബുദ്ധ ഭരണങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ തർക്കവിതർക്കങ്ങളിൽ കൂടി ബുദ്ധമതത്തെ നിഷ്കാസനം ചെയ്ത് സനാതന ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ആളാണ് ശങ്കരാചാര്യർ. ആ ശങ്കരാചാര്യർ ക്രിസ്തുവിന് ശേഷമാണ് ജനിക്കുന്നത് എങ്കിൽ തീർച്ചയായും ക്രിസ്തുമതത്തെ പരാമർശിച്ച് എന്തെങ്കിലും പറയുമായിരുന്നു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ക്രിസ്തുമതത്തെ പിച്ചി ചീന്തി എറിയുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ പറയുന്ന, മിഷണറി പറയുന്ന ഈ കണക്ക് തികച്ചും അസംഗതവും ജട്ടിലവുമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലേഖനം ശിവകുമാർ ഐത്തല. ഇത് ഞാൻ ഒരിക്കൽ പുഷ്പവിഹാറിൽ ശങ്കര സേവാ സമിതിയുടെ ശ്രീശങ്കര ജന്മദിന ആഘോഷം പ്രമാണിച്ച് ഈ ലേഖനം പ്രിന്റ് ചെയ്ത് ഞാൻ ശശികല ടീച്ചർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം ഞാൻ പല പ്രാവശ്യവും സംസാരിച്ചാണ്. പക്ഷേ അവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു ഒരു താല്പര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ. കാരണം ഇത് പ്രചരിപ്പിക്കാൻ അവർക്ക് എന്തുകൊണ്ട് താല്പര്യമില്ല. സത്യസന്ധമായ ഈ കാര്യങ്ങൾ ചരിത്രം ഇപ്പോൾ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ മിഷണറിമാര് അന്ന് അവർക്കൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം അവരുടെ ബൈബിൾ പ്രകാരം 5873 യഹോവ ലോകം സൃഷ്ടിച്ചതെന്ന് സ്ഥാപിക്കപ്പെടുന്നു. അതിന് കൃത്യമായ കണക്കുകളുണ്ട്. ഏതാനും വർഷത്തെ കണക്കുകൾ വ്യത്യാസം വരും. അതിന് കാരണമുണ്ട്. രണ്ടുപേരുടെ ജനനം ഇത്ര വർഷത്തിന് ശേഷമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അല്ലാതെ കൃത്യമായ വർഷം പറയും. മറ്റുള്ള 72 പരമ്പരകളുടെയും ആദം തൊട്ട് യേശു വരെയുള്ളവരുടെ പരമ്പരകളുടെ കൃത്യമായ ഇത്ര വയസ്സിൽ അടുത്ത പുത്രൻ ജനിക്കുന്നു, അടുത്ത പുത്രൻ ജനിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ കണക്കും പ്രകാരം മാക്സിമം കൊടുക്കാവുന്ന 6000, ലോകമുണ്ടായിട്ട് 6000 വർഷമേ ആയിട്ടുള്ളൂ. ഇന്നൊരു വേറെ പല കണക്കുകൾക്ക് ധാരാളം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആദം ഭൂമിയിൽ പതിച്ച ദിവസം, അതായത് പാപബദ്ധനായ പഴം തിന്ന് പാപം ഉണ്ടായത് BC 500 ചില്ലാനം വർഷത്തിലാണ്, 5000 ചില്ലാനം വർഷത്തിലാണെന്നും ഒക്കെ അബദ്ധജടിലമായ എല്ലാവരും പണ്ടത്തെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖകൾ മുഴുവൻ അബദ്ധജടിലമാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.